ഹോർലിക്സ് ആണോ ബൂസ്റ്റ് ആണോ കോംപ്ലാൻ ആണോ നല്ലത് എന്നുള്ള സംശയം പല മാതാപിതാക്കളുടെ ഇടയിലും ഉണ്ട്. അതുപോലെ തന്നെ ദിവസവും ഇത് കലക്കി കൊടുക്കാവോ, അതുപോലെ പ്രായമുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാവോ, സ്ത്രീകൾ പലപ്പോഴും സ്ഥിരമായി കഴിക്കാറുണ്ട്, അത് നല്ലതാണോ എന്നൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും പരസ്യമാണ്. കാരണം പരസ്യം പലതും പലതാണ് പറയുന്നത്. അപ്പം കോംപ്ലാൻ ആക്ച്വലി ഞാൻ ഉയർന്നുവല്ലോ മമ്മി എന്നുള്ളൊരു വാചകമാണെന്ന് തോന്നുന്നു എനിക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാണ്. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ മിക്ക പല കളിക്കാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതാണോ? ഇപ്പം ഓരോ ആളുകളും ഓരോന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹോർലിക്സ് പറയുന്നത് പൊക്കം വയ്ക്കാനും സ്ട്രോങ്ങർ ആവാൻ വേണ്ടി ഹോർലിക്സ് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. കോംപ്ലാൻ പറയുന്നത് പെട്ടെന്ന് വളരാനും അതുപോലെ പൊക്കത്തിനും വേണ്ടി കോംപ്ലാൻ കുടിക്കണമെന്ന് പറയും. ബൂസ്റ്റ് പറയുന്നത് ഇന്നർ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി അത് കുടിക്കണമെന്ന് പറയും. അപ്പം ഏത് കുടിക്കണം, ഇതിലേതാണ് നല്ലത്? കോവിഡിന് മുമ്പ് ശരിക്കും ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആരും പറയാറില്ല. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയും കൂടെ കൂടുമെന്ന് ഇപ്പം പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതെന്താണ്, എങ്ങനെയാണിത് സമൂഹത്തിലോട്ട് വന്നത്, ഇത് കുടിക്കേണ്ട ആവശ്യമുള്ളൂ, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ഡോക്ടർ ഡാനിൽ സലീം. ഇപ്പം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു ബ്രിട്ടീഷ് നാട്ടിലുള്ള, അതായത് ബ്രിട്ടീഷ് വംശജനായിട്ടുള്ള ഒരു ജെയിംസ് ഹോർലിക്സ് എന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വില്യമുമായിട്ട് ചേർന്നിട്ടാണ് ഒരു മാൾട്ട് ബേസ്ഡ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. മാൾട്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രെയിനാണ്, ഒരു ഗ്രെയിൻ. ആ ഒരു ഗ്രെയിനിൽ നിന്നാണ് ഹോർലിക്സ് എന്നുള്ള സാധനം ഉണ്ടാക്കി അതിനകത്ത് അഡീഷണൽ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എത്തിയപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഇത് വളരെയധികം പ്രത്യേകിച്ചത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഡ്രിങ്ക്സ് എല്ലാം ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. മാൽന്യൂട്രീഷൻ ഒരു സമയത്ത് വളരെ കൂടുതലായിരുന്നു. എന്തായാലും മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകം കുറവുള്ള ഒരു അവസ്ഥയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പോഷകം വളരെ കുറവ്, അതായത് ആഹാരമില്ല, അവർക്ക് കഴിക്കാനേ ആഹാരമില്ല, കഴിക്കുന്നത് തന്നെ ബ്രെഡും അതുപോലുള്ള സാധനങ്ങളുള്ളിടത്ത് മാൽന്യൂട്രീഷൻ എക്സ്ട്രീം ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇത് വളരെയധികം പോപ്പുലർ ആകുകയും ഇത്തരം സാധനങ്ങൾ കുടിച്ചാൽ മതി പല അസുഖങ്ങളും മാറാമെന്നുള്ള രീതിയിലൊക്കെ പ്രചരിച്ചു. അങ്ങനെയാണ് ഇത് വളരെ വേഗത്തിൽ ഇത് മാർക്കറ്റ് കീഴടക്കുകയും ഇപ്പോൾ അതുപോലെ വലിയ വലിയ കമ്പനികളാണ് ഇത് നടത്തുന്നതൊക്കെ. അപ്പോൾ ഇത് കുടിക്കേണ്ട ആവശ്യമുള്ളതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശ കണക്കൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ കോംപ്ലാൻ നോക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം 18 ഗ്രാമോളം പ്രോട്ടീനാണ്, നല്ലത് തന്നെയാണ്. 18 ഗ്രാം ഓഫ് പ്രോട്ടീൻ നല്ലതാണ്. 11 ഗ്രാമോളം ഫാറ്റ് ഉണ്ട്, അതും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെയാണ് നല്ലതാണ്. 62 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും ഏകദേശം 24 ഗ്രാം ഷുഗറുണ്ട്. ഈ ഷുഗർ ഒരു പ്രശ്നക്കാരനാണ്, പ്രത്യേകിച്ചും മുതിർന്നവരിൽ. അതായത് എല്ലാവർക്കും അല്ല, പ്രത്യേകിച്ചും ഒരു 15 വയസ്സ് ഒരു 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കണം. കുട്ടികളിലും കുറയ്ക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ബൂസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏകദേശം 100 ഗ്രാമിൽ 7 ഗ്രാം പ്രോട്ടീനും 1.8 ഗ്രാം ഫാറ്റും 85 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും 32 ഗ്രാം ഷുഗറും ഉണ്ട്. അവിടെയും ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്. ഹോർലിക്സിലും അതുപോലെ തന്നെയാണ് 11 ഗ്രാം പ്രോട്ടീൻ, ഒരു 2 ഗ്രാം ഫാറ്റ്, അതുപോലെ തന്നെ ഒരു 79 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ ഏകദേശം 14 to 15 ഗ്രാം ഓഫ് ഷുഗറും ഉണ്ട്. ഏകദേശം കണക്കാണ് പറഞ്ഞത്, കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന എമൗണ്ട് ഓഫ് ഷുഗർ പ്രത്യേകിച്ചും കുട്ടികളിലും അതുപോലെ മുതിർന്നവരും വളരെ ഹൈ ആണ്. നമുക്കൊരു കുട്ടിക്ക് മാക്സിമം ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ഷുഗറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ടീസ്പൂൺ, അതിൽ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഈ അളവ് ഇത് തന്നെ നമുക്ക് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ ഡ്രിങ്ക്സിലുള്ളത് തന്നെ വളരെ കൂടുതലാണ്. അതിനോടൊപ്പം നമ്മൾ മധുരവും മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ അളവ് വളരെ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിന് എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ എനർജി കിട്ടും. അവർ തന്നെ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്, എനർജിയൊക്കെ കിട്ടും, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ ഒരു വില്ലനെ മറക്കരുത്. ആ വില്ലനൊരു പ്രശ്നക്കാരനാണ്. ആ ഷുഗർ എന്നുള്ളൊരു സാധനം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, പലതരത്തിലുള്ള അസുഖം ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ചും ഈ ചോക്ലേറ്റ്, അതുപോലെ തന്നെ കേക്കുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സുകളും കലക്കി സ്ഥിരമായി കുടിക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവരിൽ അത് ഡയബറ്റീസും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും. അൺകൺട്രോൾഡ് ഷുഗറൊക്കെ നിൽക്കും. മിക്കവരും പറയുന്നത് അതിനകത്ത് അമിതമായ ഷുഗർ ഇല്ല, ഒരു ദിവസം പറയുന്നതിനെക്കാട്ടും റെക്കമെൻഡ് ഡോസിനെക്കാട്ടും കുറവാണെന്നൊക്കെ പറയും. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒന്നും ഡ്രിങ്ക്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. ഈ പറഞ്ഞ സിങ്കും ഈ മിനറൽസും ഈ ന്യൂട്രിയൻസ്, ഈ പറഞ്ഞ കാൽഷ്യം, വൈറ്റമിൻ ഡി എല്ലാം നമ്മുടെ ആഹാരത്തിലൂടെ തന്നെ കിട്ടും. ശരിക്കും ആഹാരത്തിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പ്രോബ്ലം ഇതിനകത്ത് ന്യൂട്രിയൻസ് മാത്രമാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇതിനോട് അഡീഷണൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഗ്രാം ഷുഗർ അകത്തോട്ട് കയറുന്ന ഒട്ടും നല്ലതല്ല. ഇനി വല്ലപ്പോഴും കുടിക്കുന്നതുകൊണ്ട് മുതിർന്നവർക്ക് ഒരു കുഴപ്പമില്ല.
അതുപോലെ കുട്ടികളാണെങ്കിൽ കൊച്ചു കുട്ടികളാണ് ആഹാരം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രായമായിട്ടുള്ള ആളുകൾ അതുപോലെ സ്ത്രീകൾ ഇത് കഴിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. കാരണം പല ആളുകളും എല്ലിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കുടിക്കാറുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ, ഈ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുകയും പിന്നെ ക്രമേണ പലതര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല. ഒരു ദിവസം ഒരു 2-3 ഫ്രൂട്ട് കഴിക്കുക, 2-3 വെജിറ്റബിൾ പച്ചയായിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടും, നമ്മുടെ പ്രതിരോധ ശക്തിക്കുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അതുപോലെ ഇതിൻ്റെ ആവശ്യങ്ങളില്ല. പല സാധനങ്ങളും പറയുന്നത് അതിൻ്റെ 34 ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെന്നൊക്കെയാണ് ശരിക്കും കോംപ്ലാനൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു സാധനം അമിതമാകാനും പാടില്ല, അതുപോലെ ഒരു മിതമായിട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്രോപ്രിയേറ്റ് റൈറ്റ് വേ. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് പറ്റുന്നില്ലെങ്കിൽ കോംപ്ലാൻ കഴിക്കുക, അല്ലെങ്കിൽ ഹോർലിക്സ് കഴിക്കുക, അല്ലെങ്കിൽ ബൂസ്റ്റ് കഴിക്കുക, കുഴപ്പമില്ല. പക്ഷേ ഷുഗറിൻ്റെ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇത് അമിതമായി നമ്മളെ കൊടുത്ത് നമ്മൾ ആ ടേസ്റ്റിന് അടിമപ്പെടുകയും അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായ ഷുഗർ കഴിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൽ പല ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കലക്കി കുടിക്കും, അപ്പോൾ അതിനോട് പഞ്ചസാരയുണ്ട്. ഈ ന്യൂട്രിയൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അബ്സോർപ്ഷൻ ഈ മധുരമുള്ളത് കൊണ്ട് നടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു ആർഭാടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നു, എൻ്റെ കുട്ടിക്കും കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുട്ടി ഒട്ടും ആഹാരം കഴിക്കുന്നില്ല, വളരെ ഒരു മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി മുതിർന്നവർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ആരും പല ഡോക്ടേഴ്സ് ഇത്രയും ധൈര്യപ്പെട്ട് പറയില്ല ഇത് അത്രയും മോശമാണെന്നുള്ളത്. അപ്പം ഞാനത് വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്നുള്ളത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളുടെയും സ്ഥിരമായ ചോദ്യമാണ്, പക്ഷേ ഒരു ഡോക്ടറും ഒരു ധൈര്യമായിട്ട് ഇത് ഉത്തരം പറഞ്ഞു തരാറില്ല. അപ്പം ഞാനിത് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.